മലപ്പുറം ജില്ലയിലെ പാങ്ങിൽ ഒരു വയസ്സുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന പരാതിയിൽ വളരെ വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തിരിക്കുകയാണ്. നാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കൊട്ടക്കൽ സ്വദേശി ഹിറ അരീര നവാസ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. ഇന്നലെ മരിച്ച കുഞ്ഞിന്റെ കബറടക്കം ഇന്ന് രാവിലെയാണ് നടന്നത്. പരാതി ഉയർന്നതോടെ ഇന്ന് രാത്രിയോടെ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി. നാളെ പോസ്റ്റ്മോർട്ടം നടക്കും. പടിഞ്ഞാറ്റുമുറി ജുമാ മസ്ജിദിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കബറടക്കിയത്. ദമ്പതികൾ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടക്കലിലെ വീട്ടിൽ വെച്ചായിരുന്നു കുഞ്ഞ് മരിച്ചത്. പാല് കുടിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹതാരോപിച്ച് കോട്ടക്കൽ സ്വദേശി ഹംസത്ത് പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ആ കുട്ടി ഒരു മാസത്തോളമായി മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഒരു മെഡിക്കൽ പേഴ്സണൽ ആ കുട്ടിയെ യാദൃച്ഛികമായി കണ്ടപ്പോൾ കുട്ടിക്ക് നല്ല മുഖത്തൊക്കെ ഭയങ്കരമായ മഞ്ഞൊക്കെ ഉണ്ടായതായിട്ട് അവർ പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും അവർ കൂട്ടാക്കിയില്ല. അവര് പോലീസിൽ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നും ആരോപണമുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. മരിച്ചിട്ടാണ് അവരറിഞ്ഞത്. അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് പോലെ വീട് പടിയാണ്, അവിടെ വാടകയ്ക്ക് താമസിക്കാണല്ലോ. അങ്ങനെ ഇങ്ങോട്ട് വന്നെന്നാണ് പറഞ്ഞത്. പാല് കൊടുത്തതിന് ശേഷമാണ് അസുഖമൊന്നും ഇല്ലായിരുന്നാണ് പറഞ്ഞത്. പെട്ടെന്നാന്നല്ലേ പറയണത്. അൽമാസിലെ ഡോക്ടറാന്നാണ് പറഞ്ഞത്. ആരോഗ്യവകുപ്പിന്റെ ഞങ്ങള് ജില്ലയിലേക്ക് അറിയിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ മരണകാരണം വ്യക്തമാവൂ. വീട്ടിലെ പ്രസവത്തിന് ശേഷം പ്രതിരോധ കുത്തിവെപ്പുകൾ കുട്ടിക്ക് നൽകിയില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി. അക്യുപഞ്ചറിസ്റ്റായ കുട്ടിയുടെ അമ്മ ഹിറ ഹരിറ അശാസ്ത്രീയ ചികിത്സാ രീതികൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. 24 മലപ്പുറം.